കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമാണ് കെ ശൈലജ. കൊറോണ വൈറസ് കൊലയാളി, റോക്ക് സ്റ്റാർ ആരോഗ്യമന്ത്രി എന്നാണ് ഗാർഡിയൻ ടീച്ചറിനെ വിശേഷിപ്പിച്ചത്. 2021 സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് എന്ന ബഹുമതിയും നമ്മുടെ സ്വന്തം ടീച്ചർ നേടിയെടുത്തു. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചതുമെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. മാക്സസെ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ നിന്ന് ശൈലജയെ പാർട്ടി വിലക്കിയിരുന്നു. കെ ശൈലജ എന്ന പേരിനപ്പുറം മലയാളികളുടെ സ്വന്തം ശൈലജ ടീച്ചർ എന്ന പേരാണ് കുറച്ചുകൂടി ഉചിതം. കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമാണ് കെ ശൈലജ. 2 തവണ നിയമസഭാ സാമാജികയായിരുന്നു. 2016 മുതൽ 2021 കാലഘട്ടം വരെ നിയമസഭയിലെ കേരളത്തിന്റെ ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു ശൈലജ. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് അവർ 2021 മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. 2016 അധികാരത്തിൽ വന്ന മന്ത്രിസഭയിലെ 2 വനിതാ മന്ത്രിമാരിൽ ഒരാളാണ് കെ ശൈലജ. കെ ശൈലജ എന്ന ശൈലജ ടീച്ചർക്ക് ആരോഗ്യമന്ത്രി എന്ന പദവി നൽകിയപ്പോൾ ജനങ്ങളുടെ വിശ്വാസം അവസാനം വരെ നിലനിർത്താൻ ടീച്ചറിന് സാധിച്ചു. കേരളത്തിലെ COVID-19 എന്ന മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ചിരുന്നു. 2020 ജൂൺ 23 ഐക്യരാഷ്ട്രസഭ അവരെ ആദരിച്ചു. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടത്തിൽ UN പൊതുസേവന ദിനത്തിൽ സ്പീക്കറായി ടീച്ചറെ ക്ഷണിച്ചിരുന്നു. കൊറോണ വൈറസ് കൊലയാളി, റോക്ക് സ്റ്റാർ ആരോഗ്യമന്ത്രി എന്നാണ് ഗാർഡിയൻ ടീച്ചറിനെ വിശേഷിപ്പിച്ചത്. ഏഷ്യൻ വനിതാ കൊറോണ പോരാളികൾക്കായി രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചവരിൽ ശൈലജ ടീച്ചറും BBC ന്യൂസിൽ ഇടം പിടിച്ചിരുന്നു. കൊറോണ വാരിയർഷിപ്പിനായി വോഗ് മാസികയും ടീച്ചറെ തെരഞ്ഞെടുത്ത് ആദരിച്ചിരുന്നു. ബ്രിട്ടനിലെ പ്രോസ്പെക്ട് മാഗസിൻ 2020 ലോകത്തെ മികച്ച ചിന്തകരുടെ ഗണത്തിൽ കെ ശൈലജയെ തിരഞ്ഞെടുത്തു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത അർഡേനെ പിന്തള്ളിക്കൊണ്ടാണ് കോവിഡ് കാലത്തെ ചിന്തകളെ പ്രായോഗിക തലത്തിൽ എത്തിച്ച മികച്ച 50 പേരിൽ നിന്ന് കെ ശൈലജ എന്ന നമ്മുടെ സ്വന്തം ആരോഗ്യമന്ത്രി 1ാം സ്ഥാനത്തെത്തിയത്. ആരോഗ്യ രംഗത്ത് സംഭാവനകൾ പരിഗണിച്ച് 2021 സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് എന്ന ബഹുമതിയും നമ്മുടെ സ്വന്തം ടീച്ചർ നേടിയെടുത്തു. ഈ പുരസ്കാരം നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് കെ ശൈലജ. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ കേരളത്തിന് വേണ്ടി നിർണായക പങ്കുവഹിച്ച ശൈലജ ടീച്ചറിനെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി എന്ന പദവിയിലെ ശൈലജ ടീച്ചറുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി സംസാരിച്ചു. ദില്ലിയിൽ കെ ശൈലജ ടീച്ചറുടെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം സംസാരിച്ചത്. ശൈലജ ടീച്ചർ എല്ലാ അർത്ഥത്തിലും പാർട്ടി സഖാവെന്നും ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചതുമെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. പാർട്ടി ഏൽപ്പിച്ച വിശ്വാസം ആരോഗ്യമന്ത്രി പദത്തിൽ പൂർണ്ണമായും കാത്തുസൂക്ഷിക്കാൻ കെ ശൈലജയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. എന്നാൽ ശൈലജയെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കുന്നത് വലിയ ചർച്ചയായിരുന്നു. നിരാശയില്ലെന്നും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാത്ത എത്രയോ സ്ത്രീകൾ പാർട്ടിയിലുണ്ടെന്നും ശൈലജ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മാക്സസെ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ നിന്ന് ശൈലജയെ പാർട്ടി വിലക്കിയിരുന്നു. മന്ത്രിപദം 2ാമത് നൽകാത്തത് പാർട്ടി സമ്മേളനങ്ങളിലടക്കം ചർച്ചയായതിനു ശേഷമാണ് ഇത് ആദ്യമായിട്ട് ശൈലജയുടെ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി പുകഴ്ത്തുന്നത്.